ഹലോ മുത്തുമണികളെ. അപ്പോൾ ഞാൻ കുറേ അധികം ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വിഷയം എന്താണ് നിങ്ങൾ വീഡിയോ ഇടാത്തത്. ഇപ്പം എൻ്റെ വീഡിയോ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ചെറിയ സമയ പരിമിതി, കുറേ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയം ഒക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നാലും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകൽ, അല്ലെങ്കിൽ ഇത് നീട്ടിവെക്കൽ, ഈ ഒരു കാര്യം പറയാൻ ഞാൻ സമയം നീട്ടിവെക്കുന്നത് ഒരു സ്യൂട്ടല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിന്ന് ഷോപ്പിലായിരുന്ന സമയത്ത് എന്നെ 3 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് 3 പേരും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ എനിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. അപ്പോൾ അവരുടെ ആക്സിഡൻറ്റോ മറ്റോ ഒരു കാര്യമല്ല കേട്ടോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് നാട്ടുകാരോടാണ് സംസാരിക്കാനുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, നാട്ടുകാരോടാണല്ലോ എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അതായത് ഇവരുടെ വീഡിയോ ഞാൻ കുറേ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇവരുടെ വീഡിയോസിൽ മാത്രമല്ല, ഇപ്പം തനൂജ വിഷയമായാലും ഭയങ്കര ടേണിംഗ് പോയിന്റിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് വീഡിയോകൾ പെൻഡിങ് ആണ്. എനിക്കിതൊന്നും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കിട്ടുന്നില്ല, ഫോണ് കിട്ടുന്നില്ല. അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു വിഷയം ഉണ്ട്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനെ ആധികാരികതയോടുകൂടി നമ്മൾ സംസാരിക്കണം, അല്ലാതെ ചല്ലും പുല്ലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ അതിലുള്ള വിഷയങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ വീഡിയോയുടെയും താഴെ പോയി കമൻ്റ് ഇട്ട് പൊലിപ്പിക്കാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് എൻ്റെ കമൻ്റ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഒരു 2 ഡയലോഗ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനേക്കാൾ വിശേഷം ആ ഡയലോഗ് അവിടെ ഞാൻ മാറ്റി വെക്കുന്നു. എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ പുള്ളിക്കാരൻ, ഈ പാവപ്പെട്ട ഉമ്മയെ ഇപ്പം കൊണ്ടു നടക്കുന്നവൻ എന്ത് മോശമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പുള്ളിക്കാരനിൽ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ 3 മക്കളും അയാളിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. നമുക്ക് ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു വിഷയം എന്നുള്ളത്, ആ 3 മക്കളും ആ പുള്ളിക്കാരനെ വളരെയധികം ഹാപ്പിയാണ്. ആ കുട്ടികളെ ഹാപ്പിയാക്കി കൊണ്ടു നടക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എനിക്കിതിന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ തന്നെ, പുള്ളിക്കാരൻ വീണു. പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. ആ മുറിവെന്ന് പറയുന്ന കുറച്ച് ആഴത്തിലുള്ള മുറിവ് തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു വേദന, നമ്മുടെ മനസ്സിനൊരു വേദന തട്ടിയാലും നമ്മുടെ ശരീരത്തിനൊരു വേദന തട്ടിയാലും നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മളെ ചേർത്ത് നിർത്തുക. അല്ലെങ്കിൽ നമ്മളെ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം വയ്യായിക വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വയ്യായിക വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കുഞ്ഞായി മാറും. സ്വാഭാവികമാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്. ആ കുഞ്ഞാഗ്രഹിക്കുന്ന ഒരാഗ്രഹം എന്ന് പറയുന്നത് അവരേറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്നവർ തൻ്റെ അരികിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരി പറഞ്ഞ ഒരു രീതിയിൽ അത്രയധികം ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഒരു വ്യക്തി, ആ പുള്ളിക്കാരൻ വീണ് കിടക്കുമ്പോൾ, ഇത്രയധികം വലിയ പരിക്ക് പറ്റി വീണ് കിടന്നപ്പോൾ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. സമ്മതിക്കാതെ പറ്റൂല കൊച്ചെന്നെ സമ്മതിക്കാതെ പറ്റൂല. അപ്പോഴും അവളുടെ ഉള്ളിലെ സ്നേഹമല്ല അവിടെ പ്രതികരിക്കുന്നത്. അതായത്
അതും നാട്ടുകാരുടെ മുന്നിൽ കാണിച്ച സഹതാപം, സിമ്പതി സഹതാപം എന്നുള്ള ഒരു സംഭവത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് എന്നുള്ളതാണ്. അവിടെ ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് നാട്ടുകാരെ കാണിക്കുകയാണ്. അല്ലാതെ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ഞാനുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നൊരു വാക്ക് പറയാൻ, ചേർന്ന് നിൽക്കാൻ ആ പുള്ളിക്കാരിയെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് വീട്ടിൽ വന്ന് പുള്ളിക്കാരൻ തളർന്ന് കിടക്കുകയാണ്. ആ പുള്ളിക്കാരനെ ചെന്നൊന്ന് തടവുകയോ കാലൊന്ന് പിടിച്ചു കൊടുക്കുകയോ, എന്തായാലും വീണു, ശരീരം നല്ല വീഴ്ചയാണ് വീണതെന്നാണ് കണ്ടാൽ അറിയാം. ഒന്ന് ദേഹം തടവി കൊടുക്കുകയോ കാല് തടവി കൊടുക്കുകയോ തല തടവി കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം അന്നേരവും ഒരു വീഡിയോ ക്യാമറ എടുത്തു വെച്ച് അയ്യോ നാട്ടുകാരെ കണ്ടോ, ദാ എൻ്റെ വീണു എന്ന് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ ഡയലോഗും കൂടി ഞാൻ പോവാൻ പോവുകയാണ്. എനിക്ക് സമയമില്ല. നിങ്ങൾ ആരും സിഹർ ചെയ്യല്ലേ എന്ന്. ആളുകള് റമദാൻ മാസത്തിന്റെ പുണ്യം തേടി ആ പുണ്യത്തിന്റെ പിന്നാലെ ഓടുന്ന സമയത്തും ആ സമയത്ത് എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞും കൊണ്ട് നടക്കുമ്പോഴും എടാ ഇതൊന്നും ചെയ്യണമെന്നില്ല, നോമ്പ് പിടിക്കാൻ പറ്റൂല, വേണ്ട, പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, വേണ്ട, എടാ ദുആ ചെയ്തുകൂടെ, ദുആ ചെയ്യാൻ പാടില്ലേ? ഇതൊന്നിനും സമയമില്ലാതെ ഏത് നേരം നോക്കിയാലും ഇപ്പൊ ഒരു അൽഹംദുലില്ലാ എനിക്കതില്ല പറയൽ കേൾക്കാനില്ല. ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യ, അയ്യോ എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ലോകത്തിൽ ഒരു സ്ത്രീയും അവളുടെ ഗർഭാവസ്ഥയെ ഒരു രോഗാവസ്ഥയായി കാണുന്ന സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഒരു സ്ത്രീ അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനിൽ നിന്നും അവൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ സമ്പാദിച്ചാൽ, ഒരു കുഞ്ഞ് സമ്പാദ്യം എന്ന് പറയാൻ പറ്റുമെന്തോ, ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടിയാൽ അവൾ ഏറ്റവും സന്തോഷവതിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവളുടെ ഇഷ്ടപുരുഷനിൽ നിന്നും അവൾ ഇഷ്ടപ്പെട്ട സമയത്ത് അവളുടെ ഇഷ്ടത്തോടു കൂടി അവൾ നേടിയെടുത്ത ആ ഒരു കുഞ്ഞെന്ന സ്വപ്നം അതൊരു രോഗാവസ്ഥയല്ല. അതെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി മൂമെന്റ് ആണ്. ഇതെന്നും വന്നിരുന്നും കൊണ്ട് അയ്യോ എനിക്ക് കുഞ്ഞ് എന്നെ അവിടെ ചവിട്ടി, എൻ്റെ കുഞ്ഞിന് വൈകല്യമുണ്ട്, എൻ്റെ കുഞ്ഞ് അങ്ങനെയാണ്, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഗർഭപാത്രം തള്ളിയാണ് ഇരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഗർഭപാത്രം തള്ളിയിരിക്കുന്നു, എനിക്ക് തീരെ എനിക്ക് ഈ ഗർഭം എനിക്ക് അങ്ങോട്ട് ചുമന്ന് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരോഗ്യമില്ല. എടാ ഇതൊന്നും ബോധമില്ലേടെ? ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. ആ പുള്ളിക്കാരനൊരു കുഞ്ഞുണ്ട്, ഇവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത്രയും വയ്യായിക ഉണ്ടാകും എന്നറിഞ്ഞിട്ട് തൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് തനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് 10 കുട്ടികൾ വേണം എന്നുള്ളത്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇനി എനിക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇനി പ്രസവിച്ചാൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പോറ്റണം. എൻ്റെ ഭർത്താവിന് ജോലി ചെയ്ത് ആ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ സ്വാഭാവിക പ്രസവം വേണ്ട എന്ന് വെക്കല് സ്വാഭാവികമല്ലേ. നമുക്ക് പെറാനും നമുക്ക് ആ കുഞ്ഞിനെ ചുമക്കാനും പെറാനും പറ്റുമെങ്കിലല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുള്ളൂ. ഇത് എല്ലാം ചെയ്യണം. ഇത് നാട്ടുകാരാണ്, നാട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് എന്തോ ചെയ്തതുപോലെയാണ് കടന്ന് കാണിക്കുന്ന കോപ്രായം കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇനി ഇതൊക്കെ പോട്ട് സിഹർ ചെയ്യല്ലേ എന്ന് പറഞ്ഞ മഹദിയോട് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. നീ ഇതെന്തായാലും കാണും കേൾക്കും എന്നുള്ളത് എനിക്കറിയാം. അതായത് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട സാധനം തട്ടിയെടുത്താൽ അതിൻ്റെ അവകാശി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവിടെ തിരിച്ചേൽപ്പിക്കണം. അതുപോലെ നീ തട്ടിയെടുത്ത ഒരു സാധനമുണ്ട്, നീ പറയുന്നുണ്ട് എന്തോ സക്കാത്തെങ്ങാണ്ടൊക്കെ നീ കൊടുത്തു, ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നീ 1 വർഷത്തിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ഈ 1 വർഷത്തിന് മുമ്പല്ല,
ഈ ഒരു 3 മാസത്തിന് മുമ്പ് വരെ ചില കാക്കച്ചിമാരോട്, മോളെ, ചില പ്രത്യേക ലോലഹൃദയന്മാരായ കാക്കച്ചിമാരോട് അവരുടെ ഭാര്യമാരറിയാതെ പൊന്നുമോള് കുറേ അധികം ദാരിദ്ര്യം പറഞ്ഞു, മക്കൾ എത്തിയമാണ് കാക്ക, എൻ്റെ മക്കൾക്ക് ഇറച്ചി തിന്നാൻ പൂതിയാവുന്ന കാക്ക, എൻ്റെ മക്കളുടെ ഡ്രസ്സ് ഇടാനായിട്ട് ഒരെണ്ണം പോലും ഇല്ലാതെ ഞാനിതാ കഴുകി പറക്കിയിട്ടിരിക്കുകയാണ് കാക്ക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യമാരറിയാതെ നിന്റെ കോട്ടകത്തിന്റെ അകത്ത് പൈസ തിരികെ വെച്ച കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ എൻ്റെ സ്നേഹിതനായ ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഭാര്യ അറിയാതെയാണ് പൊന്നുമോളെ നിനക്ക് പൈസ തന്നത്. എന്തായാലും നിനക്ക് തന്ന പൈസയെക്കുറിച്ച് ആ പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടുണ്ട്. അതായത് ആ സ്നേഹ നിധിയായ ഇക്കാന്റെ വൈഫ് അറിഞ്ഞിട്ടുണ്ട്. ഇത് റമളാൻ കാലമല്ലേ മോളെ, ആ ക്യാഷ് മോളങ്ങ് തിരിച്ചിട്ട് കൊടുക്ക. അത് സക്കാത്ത് സദക്ക ഒന്നുമല്ല, അത് അവരുടെ അവകാശപ്പെട്ട ഒരു സാധനമാണ്. തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ കബളിപ്പിച്ച് നീ വാങ്ങിച്ചെടുത്ത സാധനം. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് എപ്പം നോക്കിയാലും ആ കുഞ്ഞുങ്ങളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പേപ്പിച്ചി 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 പേപ്പി പേ പിടിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നേരം പേപ്പിച്ചി 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 എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒറിജിനൽ പേപ്പിച്ചി ഈ 3 കുട്ടികളുടെ ഒരു കുട്ടിയുടെ അല്ല, ബാക്കി 2 കുട്ടികളുടെ ഒറിജിനൽ പേപ്പിച്ചികൾ എവിടെയോ ഇരുന്ന് പേ പിടിച്ചതൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ പേപ്പിച്ചിയുടെ ഒറിജിനൽ മകൻ ആ കുഞ്ഞും ഇതൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ സിഹറല്ല, ഇതൊക്കെ മനസ്സിന്റെ ചില വേദനകളുണ്ട്, മനസ്സിന്റെ ചില തോന്നലുകളുണ്ട്. ചില മനുഷ്യന്റെ വേദനകള് വിഷമതകളൊക്കെ പടച്ച റബ്ബിന്റെ അടുത്ത് എത്തും. ആ നിഷ്കളങ്കനായ കുഞ്ഞ് അവന്റെ വാപ്പയുടെ സ്നേഹം അവകാശമുള്ളവൻ. ആ കുഞ്ഞിന്റെ അവകാശത്തിനെ തട്ടിപ്പറിച്ച് നീ നിന്റെ 3 മക്കളെയും കൊണ്ട് പേപ്പിച്ചി 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 എന്ന് വിളിക്കുമ്പോൾ ഒരു സിഹിറിന്റെയും ആവശ്യം വരില്ല. ആ കുഞ്ഞിന്റെ വേദനിക്കുന്ന ഒരു ഹൃദയം മാത്രം മതി മോളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ മോള് കുറെ നാളുകൾക്ക് മുമ്പ് ഞാനും ഭാര്യയാണ്, ജുമൈലയും ഭാര്യയാണ് എന്ന് പറയുന്ന അതേ വാഗൊണ്ട് തന്നെ ജുമൈല ഇപ്പൊ ഒളിച്ചും പാത്തും ഒക്കെ എന്റെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മോളെ നിന്റെ ഭർത്താവല്ല അവൻ യഥാർത്ഥത്തിലെ ജുമൈലയുടെ ഭർത്താവാണ്. നീ പറയണത് കേട്ടാ തോന്നും ജുമൈലയുടെ കാമുകനാണ് ഒളിച്ചും പാത്തും വിളിക്കാനെന്ന്. പൊന്നുമോളെ, കോടതിക്ക് പോലും നിഷേധിക്കാൻ പറ്റൂല അവള് ഇവനെ വിളിക്കുന്നതിന്. നിനക്ക് നിഷേധിക്കാൻ പറ്റൂല. നീ ആരാണ്? നീ അവന്റെ പോട്ട് വേണ്ട, എന്തിനാന്ന്. അപ്പോ അവകാശികൾക്ക് തന്നെ കിട്ടേണ്ടുന്ന കാര്യമാണ്. അപ്പോ അതിനെ തടയാൻ നോക്കുന്നത് അത് വളരെയധികം തെറ്റാണ് കൊച്ചെ. അതുപോലെ തന്നെ ഞാൻ സക്കത്ത് ആർക്കൊക്കെയോ കൊടുക്കുന്നു, സ്വതക്ക ആർക്കൊക്കെയോ കൊടുക്കുന്നു. എവിടെ കൊടുക്കുന്നു? നീ തുമ്മിയാലും തൂറിയാലും നാട്ടുകാരുടെ അടുത്ത് പാടിക്കൊണ്ട് നടക്കണം. നീ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴേ അത് യൂട്യൂബിൽ പരസ്യമായേനെ മോളെ. ഒരു ജാതി നാണാവുന്നില്ല ജന്തു. അതൊക്കെ പോട്ട് മോളെ, ഈ വർഷമെങ്കിലും നിന്റെ കയ്യിലിരിക്കണ സ്വർണത്തിന്റെ സദക്ക ആർക്കെങ്കിലും കൊടുക്കണേ. എടാ, 10 പവന്റെ സ്വർണത്തിന് 1 പവനാണ് സദക്ക കൊടുക്കേണ്ടത് എന്നാണ് തോന്നുന്നല്ലേ. 1 പവനൊക്കെ ഇപ്പൊ എത്രയാ പൈസ? 1,00,000 രൂപ അല്ല മോളെ. 30,000 രൂപയ്ക്ക് ഫോൺ എടുത്തിട്ടും ആ ദുർബല ഹൃദയനായ ഇക്കാന്റെ പൈസ നിനക്ക് കൊടുക്കാനായിട്ടില്ലേ? അല്ല, ഈ വർഷം ഇനി ആര് കയ്യിൽ നിന്ന് സദക്കയും സക്കത്തൊന്നും കിട്ടൂലേ? പൊന്നുമോളെ, ആരോഗ്യമുള്ളവർക്കല്ല, മടിയന്മാരും മടിച്ചികളും സുഖലോലുപതരുമായ ആളുകൾക്കല്ല സക്കാത്ത് സദക്കയും കൊടുക്കേണ്ടത്. അനാഥകള്, വിധവകള്, ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടും 2 അറ്റവും കൂട്ടിമുട്ടാൻ പെടാപ്പാടുപെടുന്നവര്, അതുപോലെ ഭക്ഷണത്തിന് പോലും ദാരിദ്ര്യം അനുഭവിക്കുന്നവര്,
ഇവർക്കൊക്കെയാണ് സക്കാത്ത് സദക്കയൊക്കെ കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അറിവിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ആ സ്നേഹതീരത്തിൻ്റെ നിന്ന് നീ പറ്റിച്ചെടുത്ത പൈസ അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ നീ ഇട്ടുകൊടു വെച്ചേ, ഇട്ടുകൊടു. ഈ റമളാനിൻ്റെ ഒരു ബർക്കത്തെങ്കിലും കിട്ടട്ടെ. ഇതുപോലുള്ള ഒരുപാട് അപകടങ്ങൾ ഇനിയും കാത്തിരിക്കാതിരിക്കാൻ ഇനി ഇത് മാത്രമല്ല, ദുആ ചെയ്യും. കാരണം പിന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ദുആകൾക്ക് ഭയങ്കര സ്വീകാര്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ മകന് 2 കിഡ്നിയും ഫെയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതും ഇതേ ഒരു റമളാനിന്റെ ഒരു കാലത്താണ്. ദുആകൾ സ്വീകരിക്കുന്ന പടച്ച റബ്ബ് എനിക്ക് എൻ്റെ മകനെ 15 വയസ്സ് വരെ എനിക്ക് തന്നു. അപ്പൊ അതുപോലെ നീ ദുആ ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സിമ്പതിയേക്കാൾ പടച്ച തമ്പുരാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിന് വലിയ വിലയാണ്. ഇനി അത് അവിടെ നിൽക്കട്ടെ, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഏത് നേരം നോക്കിയാലും ഉമ്മയും വാപ്പയും എന്നെ മക്കളെ കൊണ്ടുപോയി ഉമ്മയും വാപ്പയും വന്ന് നിന്നെ താലോലിച്ച് എന്നൊക്കെ പറയുമ്പോഴും നിന്റെ ഉമ്മാനെയോ നിന്റെ വാപ്പാനെയോ ഞങ്ങളാരും ലോകത്തിലുള്ള ഒരു മനുഷ്യരും ഒരു ബടക്കത്തരവും പറഞ്ഞിട്ടില്ല. നീ തന്നെ നിന്റെ വാ കൊണ്ട് പറഞ്ഞതാണ് നിന്റെ വാപ്പ കൊള്ളൂല, നിന്റെ ഉമ്മ കൊള്ളൂല, നിന്റെ ഉമ്മ പിഴച്ചവളാണ് എന്നൊക്കെ ഉള്ളത് നീ തന്നെ വെളിവാക്കിയതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ നിന്നെ അവർ സ്വീകരിച്ചു എങ്കിൽ അവരുടെ മനസ്സ് വലുതാണ്. പക്ഷെ പടച്ച തമ്പുരാന്റെ മുമ്പിലും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നിനക്ക് വെറും 0 വാല്യൂ മാത്രമേ ഉള്ളൂ. കാരണം പ്രസവിച്ച ഉമ്മയ്ക്ക് പോലും പരപുരുഷ ബന്ധം ആരോപിച്ച നിന്നെ ഏത് ഗണത്തിലാണ് ഞങ്ങൾ പെടുത്തേണ്ടതെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഇനി ഇത് പറയുമ്പോൾ അതായത് ഉമ്മയും വാപ്പയും എൻ്റെ മക്കളെ നോക്കുന്നു, എന്നെ സ്വീകരിച്ച് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത്, ഒരു ഗർഭ അവസ്ഥയെയൊക്കെ ചുമക്കുമ്പോൾ ഒരു ജോലിക്കാരിനെ നിർത്തണമെങ്കിൽ ഒരു 10-25,000 രൂപയോളം സാലറി കൊടുക്കണം. പെറ്റുമ്മയാണ് എങ്കിൽ ഒരു സാലറി പോലും കൊടുക്കണ്ട, ചുമ്മാ ചുളുവിന് പ്രസവവും എടുക്കും, മക്കളെ ബാക്കിയുള്ള 3 മക്കളെയും നോക്കും, 5 പൈസ കൊടുക്കുകയും വേണ്ട അല്ലേ. എന്തായാലും നല്ല കാര്യം. പക്ഷെ ഈ ഉമ്മാന്റെ കുറച്ച് ആങ്ങളമാരുണ്ട്. നീ ഇങ്ങനെ കിടന്ന് കിണങ്ങണാണെന്ന് ഉമ്മ ഉപ്പ എന്ന് പറയുമ്പോൾ ഈ ഉമ്മേനെയും ഉപ്പേനെയും അവരെ നോക്കുന്ന 2 ആൺമക്കളും തിരിഞ്ഞു നോക്കാതാവും. അതുപോലെ ഇവർക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാരും ഈ ഉമ്മാനെ ഉപ്പാനെ ഉപേക്ഷിക്കും. ഇതാണ് നിന്റെ ഈ ഉമ്മ ഉപ്പ സ്നേഹത്തിന്റെ ഒരു തന്ത്രം. വല്ലാത്ത തന്ത്രം തന്നെ കൊച്ചെ. നിന്നെ ശരിക്കും മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതാണോ അതോ നിന്നെ തന്ത്രത്തിൽ നിന്നും കളവുകൾ പറഞ്ഞിങ്ങനെ കളവിലൂടെ നിന്നെ ഉണ്ടാക്കിയതാണോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഒരു മനുഷ്യജീവി അല്ലാതായി മാറിയത്? ജനിപ്പിച്ച മക്കളെടുത്ത് കൂറില്ല, ഉണ്ടാക്കിയ വാപ്പേരടുത്തും ഉമ്മാരടുത്തും കൂറില്ല, കൂടെ ജനിച്ച സഹോദരങ്ങളടുത്ത് കൂറില്ല, ബന്ധുക്കളടുത്ത് കൂറില്ല, അയൽവാസികളടുത്ത് കൂറില്ല, ആരടുത്തെങ്കിലും ഇനി സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ അടുത്ത് കൂറില്ല, സ്വന്തം മഹല്ലില് കൂറില്ല. ഇപ്പൊ ചെല്ലും ചെലവും കൊടുത്ത് ഡ്രൈവറായിട്ട് കൊണ്ടു നടക്കുന്ന ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ലെവലേഷൻ കൂറില്ല എന്നുള്ളത് ആ പുള്ളിക്കാരൻ പൊട്ടി ഒലിച്ച് വന്ന് കടന്നപ്പോഴത്തേക്ക് അതിന്റെ വീഡിയോ എടുത്ത് നാട്ടുകാരെ ഏൽപ്പിച്ചപ്പം അതും മനസ്സിലായി പുള്ളിക്കാരെ. എന്നിട്ട് അതിന്റെ ഇടയിൽ എൻ്റെ ഇക്കാക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ആ പറച്ചിലുണ്ട്. ഇവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ പുള്ളിക്കാരൻ എന്തെങ്കിലും സംഭവിച്ചു പണ്ടാര ഇതും കൂടി അങ്ങ് ചത്തു തൊലഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞ് നാട്ടുകാരെ കയ്യിൽ നിന്ന് കുറെ പണം പിടുങ്ങാം. ഒരിക്കാന്റെ മരണം പറഞ്ഞ് ഒരിക്കാന്റെ യഥാർത്ഥ ഭാര്യയെ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കാന്റെ മരണം പറഞ്ഞ് കുറെ സമ്പാദിച്ചതുപോലെ ഈ പുള്ളിക്കാരനും ഒന്ന് ചത്തു തൊലഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അതും പറഞ്ഞും കൊണ്ട് കുറെ പണം തട്ടാം എന്നുള്ള ഒരു ചിന്തയാണ് നിന്റെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇത് പറയാതെ പോകാൻ എനിക്ക് നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തത്. വയ്യ മോളെ, വയ്യ പറയാതെ വയ്യ മോളെ. വല്ലാത്ത ജന്മം തന്നെ കൊച്ചേ നീ.